ഹലോ, നമ്മൾ ഇന്ന് നാട്ടിൽ വന്നിട്ട് 20 ദിവസമായി. ഇന്ന് തിരികെ പോവാണ്. ഇപ്പോൾ ആലപ്പുഴ ബൈപ്പാസ് ആ ഒരു പാലത്തെ കൂടെ നമ്മളിപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആലപ്പുഴ കടലാണ്. സീ സൈഡിൽ കൂടെ പോകുന്നു. അങ്ങനെ ഏതാണ്ടൊരു 3/4 മണിക്കൂറോളം ഓടി നമ്മൾ എറണാകുളത്ത് എത്തി. ഇനിയിപ്പം നമ്മുടെ യാത്ര നേരെ പോകുന്നത് എയർപോർട്ടിലോട്ടാണ്, നെടുമ്പാശ്ശേരി. ഇന്ന് നമ്മുടെ യാത്ര തിരിച്ച് റിയാദിനാണ്. ഏതാണ്ട് 20 ദിവസം 22 ദിവസം നമ്മളിവിടെ നിന്നു. കുറച്ച് ലോങ് വെക്കേഷനായി. 10 ദിവസം മുമ്പ് പോകാനിരുന്നതാണ്. പക്ഷേ ചില കാരണങ്ങളാൽ വെക്കേഷൻ 10 ദിവസം കൂടെ നീട്ടി. അങ്ങനെ 20 ദിവസം കഴിഞ്ഞിട്ടുള്ള തിരികെ വെക്കേഷനെല്ലാം കഴിഞ്ഞ് പോവാണ്. ഇപ്പം ഇങ്ങോട്ട് വരുന്ന വഴി ആലപ്പുഴ കൊച്ചി ഇച്ചിരി ബുദ്ധിമുട്ടുള്ള റോഡുകളൊക്കെ ആയിരുന്നു. അത് കാരണം കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയായിരുന്നു. നമ്മളിപ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് അങ്ങനെ കൊച്ചി സിറ്റിക്കുള്ളിൽ എത്തി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഏതാണ്ട് ഇപ്പോൾ ലുലു മോളിനടുത്തോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ അതിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്ത് അവിടെ ഒരു പൂച്ചയുടെ കട കണ്ടോ. എറണാകുളം സിറ്റിയിൽ ഇത്ര സെൻട്രലിൽ അടിപൊളി ഒരു വെറ്റിനറി ഷോപ്പ്, സ്പെഷ്യലി ഫോർ ക്യാറ്റ് ആൻഡ് ഡോഗ്. അപ്പം നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. അവിടെ കൊണ്ടുവന്ന് പൂച്ചയെ നമ്മൾ ഓരോ ഈ നഖമൊക്കെ വെട്ടാനൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇവിടുത്തെ VIP പോകുന്ന സ്ഥലമായിരിക്കും കൂടുതലും അത്. അങ്ങനെ നമ്മളിപ്പം എടപ്പള്ളി അങ്ങനെ റൈറ്റ് എടുത്തു. ലുലു മോള് നമ്മുടെ മുന്നിലെത്തി. ഇനിയിപ്പം നേരെ പോകുന്നത് നെടുമ്പാശ്ശേരി. ഇനി ഇവിടുന്ന് നേരെ വിടുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ആ റോഡാണ്. കുറച്ച് ട്രാഫിക് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്കിനി സമയമുണ്ട് അങ്ങ് അവിടം വരെ എത്താൻ. അതുകൊണ്ട് വിഷയമല്ല. ഇപ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് നമ്മളുടെ ആ എൻഡോവർ വണ്ടി എടുത്താണ്. അതുകൊണ്ട് ലഗേജൊക്കെ ഇടാനൊന്നും വലിയ വിഷയമില്ല. ഇദ്ദേഹമാണ് ഓടിക്കുന്നത്. നമ്മൾ നോർമലി ഇദ്ദേഹത്തിൻ്റെ ഒരു ഇന്നോവ ഉണ്ടാകത്തല്ല വന്നുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ ഈ വണ്ടിയാണ് ഇദ്ദേഹം ഓടിച്ചു വരുന്നത്. നമുക്കിനിയുണ്ടൊരു 4 മണിക്കൂർ സമയമുണ്ട് എയർപോർട്ടിൽ നിന്ന് നമ്മൾ ചെന്നാലും. ഇഷ്ടംപോലെ ടൈമുണ്ട്. അതുകൊണ്ട് പതുക്കെ പോയാലും കുഴപ്പമൊന്നുമില്ല. നോർമലി നമ്മളിവിടെയൊക്കെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് സാധാരണ പോകുന്നത്. പക്ഷേ ഇവിടെ നിന്ന് ഇപ്പം നമ്മളൊരു നല്ല കട കാണുന്നില്ല. അപ്പോൾ അത് കാരണം നേരിട്ടങ്ങ് എയർപോർട്ടിലോട്ട് തന്നെ അങ്ങ് പോവുകയാണ്. നമ്മൾ എയർ ഇന്ത്യയുടെ കൗണ്ടറിലെത്തി. ഇതാണ് എയർ ഇന്ത്യ. നമ്മൾ ഇവിടെ നിന്ന് മുംബൈയിൽ നിന്ന് റിയാദ്. ഇത് കൊച്ചിയിൽ ടെർമിനൽ 1 ഡൊമസ്റ്റിക് ആ ഒരു പ്ലേസാണ്. ഡൊമസ്റ്റിക് ടെർമിനലാണ്. ഇവിടെ കാര്യമായിട്ട് ഒന്നുമില്ല. ഇനി ഇതിനകത്തൂടെ കയറി കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെ തന്നെ ലഗേജ് നമ്മൾ കൊടുക്കുന്നു. ഇത് റിയാദിൽ കിട്ടും. അത്യാവശ്യം ഒരു 4 മണിക്കൂർ ആലപ്പുഴ ടു കൊച്ചി നമുക്ക് ട്രാഫിക്കിൽ പെട്ടു. പിന്നെ ഈ ഹൈവേ മുഴുവൻ കുളമായി കിടക്കുന്നതുകൊണ്ട് ഒരു 60, 70, 80 എന്നുള്ള സ്പീഡിലേ പോകാനും പറ്റത്തുള്ളൂ. അങ്ങനൊരു പ്രശ്നമുണ്ട്. എന്തായാലും 10:30 ഫ്ലൈറ്റാണ്. നമ്മളിവിടെ 6:30 എത്തി. ഓൺ ടൈം തന്നെയാണ് എത്തിയിരിക്കുന്നത്. നമ്മളങ്ങനെ എർത്ത് ലോഞ്ചിലെത്തി. എർത്ത് ലോഞ്ചിൽ കയറി കുറച്ച് ഭക്ഷണം കഴിച്ചു. ഒരു മസാല ദോശയും ചെറുതായിട്ട് ഒരു സ്വല്പം റൈസോ വെജിറ്റബിളോ അങ്ങനെ എടുത്തു. വളരെ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുക. ഇതാണ് ഔട്ട്സൈഡ് പാർട്ട് നമുക്ക് കാണാൻ പറ്റുന്ന എയർപോർട്ടിൻ്റെ ദൃശ്യങ്ങൾ. നമ്മളിവിടെ വന്നിരുന്നിട്ട് ഇപ്പോൾ 1-2 മണിക്കൂർ ഒറ്റ ഫ്ലൈറ്റ് പോലും ലാൻഡ് ചെയ്തിട്ടില്ല. ഇതൊക്കെ നേരത്തെ ലാൻഡ് ചെയ്ത് കിടന്ന സാധനമോ. വിസ്താരയെല്ലാം സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട് പിന്നെ ആ പേരിൽ ഫ്ലൈ ചെയ്യുന്നുണ്ടല്ലേ. എയർ ഇന്ത്യയുടെ ആണല്ലോ ഇപ്പോൾ വിസ്താര. അനക്കമില്ല എയർപോർട്ടിൽ. ലോഞ്ച് ഭയങ്കര ബഹളമാണ്, പക്ഷേ വെളിയിൽ വലിയ അനക്കമൊന്നുമില്ല.
നമ്മുടെ ഫ്ലൈറ്റ് 10:30 മണിക്കാണ് ഇവിടുന്ന് മുംബൈയിൽ 12:30 ചെല്ലും. അവിടുന്ന് 3 മണിക്ക് റിയാദ്. രാവിലെ 6 മണി ആ റേഞ്ചിൽ സൗദി ടൈമിൽ നമ്മളവിടെ ലാൻഡാവും. നമ്മൾ ഡൊമസ്റ്റിക് ടെർമിനലാണ്. നമ്പർ 7 ആണ് നമ്മുടെ ഗേറ്റ്. ഒരു അരമണിക്കൂർ ഉണ്ട് ബോർഡിങ്ങിന്. നേരെ അങ്ങോട്ട് പോകുന്നു. നമുക്കിനിയും ബോംബെയിൽ ചെന്നിട്ട് കാണാം. ഓക്കെ. ഗേറ്റ് നമ്പർ 7 വന്നിരിക്കുന്നു. എത്രയും വേഗത്തിൽ തന്നെ ഇപ്പോൾ ബോർഡിങ് നടക്കും. വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബോംബെയിൽ ലാൻഡായി. ഇനിയിപ്പോൾ നമ്മൾ ഒരു 3 മണിക്കൂർ ട്രാൻസിറ്റ് ഉണ്ട്. ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് വേണം നമുക്കിനി നേരെ സൗദി അറേബ്യയുടെ ബോർഡിങ്ങിലോട്ട് പോകാൻ. നമ്മൾ ഡൊമസ്റ്റിക്കിൽ നിന്ന് ഇൻ്റർനാഷണൽ ടെർമിനലിലെത്തി. ഇനി ഇവിടെ നിന്ന് നേരെ പോകണം. രാവിലെ ഇപ്പം 12:45 മണിയായുള്ളൂ. 1 മണി ആയിട്ടില്ല. മുടിഞ്ഞ തിരക്കാണ്. ഫ്ലൈറ്റ് മുഴുവൻ ഇപ്പോഴേ ഇവിടുന്ന് സ്റ്റാർട്ടായെന്ന് തോന്നുന്നു 12 മണിക്ക്. എയർപോർട്ട് മൊത്തത്തിലെ തിരക്കാണ്. നമുക്കിനി ഇവിടെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് വേണം നമുക്ക് അടുത്തടുത്തോട്ട് പോവാൻ. ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു. നേരെ ഇനി നമ്മൾ നേരെ ഫ്ലൈറ്റ് ഗേറ്റിന് അങ്ങോട്ട് പോവാണ്. രാവിലെ വെളുപ്പാങ്കാലത്ത് 1 മണിയായി ഇപ്പോൾ സമയം. പക്ഷെ ഭയങ്കര തിരക്കാണ് എയർപോർട്ടിനകത്ത്. മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിനകത്ത് മുടിഞ്ഞ തിരക്ക്. നമുക്കിനി ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞാൽ ഫ്ലൈറ്റ്. 2 മണിക്കൂർ അല്ലേ? 2 മണിക്കൂർ കഴിഞ്ഞാൽ ഫ്ലൈറ്റ്. 2 മണിക്കൂർ ഇല്ല. നമുക്ക് പതുക്കെ ഗേറ്റിനങ്ങോട്ട് നടക്കാം.